ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്നത് അന്നാസിനെ കുറിച്ചാണ്. അന്നാസ് ആ കാലയളവിന് തൊട്ട് മുൻപുള്ള പ്രധാന പുരോഹിതനായിരുന്നു അന്നാസ്. അതുപോലെ തന്നെ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ അമ്മായിയപ്പനായിരുന്നു അന്നാസ്. എന്തുകൊണ്ട് ഈശോയെ വധിക്കുവാനായിട്ട് അന്നാസ് മുൻപിൽ നിന്നു എന്ന് ചോദിച്ചാൽ അതൊരു മധുര പ്രതികാരമായിരുന്നു എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം നമ്മൾ ചില പുസ്തകങ്ങളിൽ കാണുന്നത് അന്നാസിന് 5 ആൺമക്കളായിരുന്നു. അവർക്ക് ജെറൂസലേം ദേവാലയത്തില് ചില കച്ചവട സ്ഥാപനങ്ങൾ, കടകൾ ഉണ്ടായിരുന്നു. ഈശോനാഥൻ ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ക്രയവിക്രയം നടത്തുന്നവരെ, കച്ചവടക്കാരെ പുറത്താക്കിയ കൂട്ടത്തില് അന്നാസിന്റെ മക്കളെയും പുറത്താക്കിയിരുന്നു. അതിനൊരു പ്രതികാരമായിട്ടാണ് അന്നാസ് ഈശോയെ വധിക്കുവാനായിട്ട് മുൻപന്തിയിൽ നിന്നത്. ഈശോയെ പിടിച്ച് ഏറ്റവും ആദ്യം കൊണ്ടുപോകുന്നത് അന്നാസിന്റെ അടുക്കലേക്കായിരുന്നു. അപ്പോൾ പ്രിയമുള്ള എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ ഒരു മധുര പ്രതികാരത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോഴേക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വെടിയുതിർത്ത അലി ആത്മയെ കാരാഗൃഹത്തിൽ പോയി കണ്ട് ഒരു സൗഹൃദ സംഭാഷണത്തിലേക്കും സ്നേഹബന്ധത്തിലേക്കും വരുമ്പോഴേക്കും പ്രതികാരം എന്നത് അത് വീട്ടിൽ തീർക്കാനുള്ളതല്ല എന്നുള്ള സന്ദേശവും ഇവിടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ തപസ്സകാലത്ത് പ്രതികാര മനോഭാവമൊന്നുമില്ലാതെ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. ഈശോ നമ്മളെ സഹായിക്കട്ടെ.